ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ വേണം. അങ്ങനെ നമ്മൾ ചെയ്യാത്തൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒന്ന് വേഗം കണ്ടാലോ. അധികം മുഖവരയൊന്നുമില്ലാത്ത ഒരു റെസിപ്പിയാണ്. ഈ നട്ട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ പാടുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെച്ച് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. എന്നും നമ്മൾ ചോറും കറിയൊക്കെ അല്ലേ ഇടുന്നത്. ഇന്ന് നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വേഗം കണ്ടാലോ. ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വാൾനട്ട്, കുറച്ച് ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, പിന്നെ ഡേറ്റ്സാണ് നമ്മൾ മെയിൻ സോഴ്സ് ഓഫ് സ്വീറ്റ്നെസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം അങ്ങോട്ട് കളറൊന്നും മാറാതെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി പിന്നെ അതിൻ്റെ തണുവൊക്കെ മാറ്റിയെടുക്കാം. എല്ലാം ഒരു 5 to 10 സെക്കൻഡ്സ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കളറൊന്നും പോവാതെ നമുക്ക് കിട്ടും. എന്നിട്ട് വേറൊന്നുമില്ല, ഇതിനെല്ലാം കൂടെ ഒരു ജാറിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണ്ട. അപ്പോൾ കഴിക്കുമ്പോൾ ആ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഡേറ്റ്സിന് പകരമോ കുറച്ച് ജാഗ്രിയോ ഇല്ലെങ്കിൽ പഞ്ചസാരയോ അതോ അല്ലെങ്കിൽ നമ്മുടെ ഹണിയോ ഒഴിക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മിക്സിൽ ഈ നട്ട്സ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് ചിയാ സീഡ്സോ പംകിൻ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പക്ഷേ വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഈ ലഡു റെഡിയാക്കിയേക്കുന്നത്. ഹണി കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ബോൾസോ ഇല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ലഡു ആയതുകൊണ്ടാണ് ബോൾസ് റെഡിയാക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ ആഫ്റ്റർ ജിമ്മോ ബിഫോർ ജിമ്മോ ഒക്കെ നമുക്കൊരു പ്രോട്ടീൻ്റെ സോഴ്സായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു എനർജി ബൂസ്റ്ററായിട്ടോ ഒക്കെ നമുക്ക് ഈ ലഡു കഴിക്കാം. അല്ല, വെറുതെയോ ഉണ്ടാക്കി കഴിക്കാം. ഒരു ഡെസേർട്ട് ക്രേവിങ് ഓപ്ഷനായിട്ടും നമുക്ക് ഈ ലഡുവിനെ കണക്കാക്കാം. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് ലഡു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നതേം പോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ഏതാ വേണ്ടേ അതും കമൻറ്റ് ചെയ്യുക.